SIRന് വേണ്ടി പിന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ ഡേറ്റ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് സ്വാഭാവികമായി പറ്റില്ല എന്നുള്ളതാണ്. കാരണം പിന്നെ എന്യൂമറേഷൻ എടുക്കുന്ന അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പിന്നെ സെൻസസ് എടുക്കുന്ന കാര്യങ്ങൾ വഴി കിട്ടും സർക്കാരിന്. സെൻസസ് ജനസംഖ്യാ കണക്ക്, ജാതി തിരിച്ചുള്ള ജനസംഖ്യാ കണക്കൊക്കെ എടുക്കുകയാണ് രാജ്യത്ത്. അപ്പോൾ അതുകൊണ്ട് അതിൽ വിവരങ്ങൾ കിട്ടും. അതുകൊണ്ട് ഇതിനകത്തൊരു ഒളിച്ചു കടത്തലില്ല. പക്ഷേ പല സാമുദായിക സംഘടനകളും മതസംഘടനകളും പിന്നെ അതുപോലെ രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ അത് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. SIRനകത്ത് കൂടി ഒരു പൗരത്വ രജിസ്റ്ററിന് ആവശ്യമായ ആളുകളുടെ വിവരങ്ങൾ എടുക്കുന്ന ഒരു ഒളിച്ചുകടത്തൽ പ്രക്രിയ ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടാകില്ലേ, ഈ ഡേറ്റാബേസ് മറ്റുള്ളവർക്ക് കൊടുക്കില്ല എന്നത് ഉറപ്പ്, ഇത് ഗവൺമെൻറ്റിന് കൊടുക്കില്ല എന്നത് ഉറപ്പ്. കാരണം ഇതിനകത്ത് ജാതിയും മതവും മറ്റ് കോളങ്ങളും ഒക്കെ ഫില്ല് ചെയ്താണ് മേടിക്കുന്നതെങ്കിൽ, ഫോറം വന്നിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല, പക്ഷേ ആണെങ്കിൽ ആ ഡേറ്റാബേസ് ആരും ഉപയോഗിക്കില്ല എന്നുള്ളതിന് എന്തുറപ്പാണെന്നുള്ളതുള്ള വളരെ ഗൗരവതരമായ ചോദ്യം മുന്നിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ആശങ്ക വേണ്ട എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. കാരണം അത് പരസ്യത്തിലൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇങ്ങനെ ആക്ഷേപം, ഒരു വിവാദം ഇങ്ങനെ നിൽപ്പുണ്ട്. അതുകൊണ്ട് അത് എങ്ങനെയാണ് മുന്നോട്ട് പോകുക നമുക്കറിയില്ല. എന്തായാലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ മാസം തന്നെ കൃത്യമായി നവംബർ 4-നും അതായത് 2 ദിവസമുള്ളൂ, ഇപ്പോൾ 2 ദിവസമുള്ളൂ, 4-നും ഡിസംബർ 4-നും ഇടയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ എന്യൂമറേറ്റർമാർ വരും, BLOമാർ വരും. വരുമ്പോൾ അവർക്ക് നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കണം. ആ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ടായിരിക്കും ഇലക്ഷനിൽ വോട്ടേഴ്സ് ചെയ്യാൻ അവസരം കിട്ടുക. അതുപോലെ തന്നെ ഇത് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ കയ്യിൽ എല്ലാം ലിസ്റ്റ് കിട്ടും. നിങ്ങൾ പരിചയമുള്ള താല്പര്യമുള്ള ഏതെങ്കിലും പാർട്ടികളോട് പറഞ്ഞിട്ട് ആ ലിസ്റ്റിൽ പേര് കടന്നിട്ടുണ്ടോ എന്നുള്ളത് വളരെ കൃത്യമായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന ഡിസംബർ 9 കഴിഞ്ഞിട്ടൊന്ന് ആലോചിക്കണം, ചിന്തിക്കണം. അങ്ങനെ ഡിസംബർ 9 കഴിഞ്ഞ് നിങ്ങളുടെ പേരുകൾ അതാത് വാർഡിലും അല്ലെങ്കിൽ അതാത് പിന്നെ പ്രദേശത്തും ഒക്കെ വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വാർഡിൻ്റെ പേരോ വീട്ടിൻ്റെ പേരോ എന്തെങ്കിലുമൊക്കെ കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഡിസംബർ 9 മുതൽ ജനുവരി 8 വരെയുള്ള ഒരു മാസക്കാലം കൊണ്ട് നിങ്ങൾ കറക്റ്റ് ചെയ്യാം. അത് കോർപ്പറേഷനിലും അല്ലെങ്കിൽ പിന്നെ ബന്ധപ്പെട്ട അക്ഷയ കോർപ്പറേഷൻ പല സംവിധാനങ്ങളുണ്ട്, അത് ഗവൺമെൻറ് പറയും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം. ഇത് കറക്റ്റ് ചെയ്ത് ലിസ്റ്റിൽ പേരുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഓരോ പൗരനും അവകാശമുണ്ട്. ധാർമ്മികമായ കടപ്പാടുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ഭരണഘടന പറയുന്നതനുസരിച്ച് എല്ലാ അവകാശങ്ങളെക്കുറിച്ച് നമ്മൾ പോരാടുമ്പോൾ, നമ്മൾ ബഹളമുണ്ടാക്കുമ്പോൾ പൗരധർമ്മത്തെക്കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കണം. ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പോകണോ വേണ്ടേ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. നോട്ടാക്കി വോട്ട് ചെയ്യണോ, നാട്ടുകാർക്ക് വോട്ട് ചെയ്യണോ എന്നുള്ളതൊക്കെ വിഷയമുണ്ട്. പക്ഷേ ഇലക്ഷൻ ID കാർഡിൽ പേര് വരുത്താനുള്ള SIRൽ എല്ലാവരും പങ്കെടുക്കുക.